ഇനി ഞാൻ നിങ്ങളോട് പ്രധാനമായിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഡെങ്കുപ്പനി എന്ന് പറയുന്ന പനിയെക്കുറിച്ചാണ്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതായിട്ടുള്ള ഒരു പനികളിൽ ഒന്നാണ് ഡെങ്കുപ്പനി. ഇത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, പകരം കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ പെരുകുന്നതായിട്ടുള്ള കൊതുക് നമ്മളെ കടിക്കുന്നത് കൊണ്ടാണ് ഈ രോഗം വരുന്നത്. ഇതൊരു പകർച്ചവ്യാധി എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. പക്ഷേ നമ്മളെ കടിക്കുന്ന ഡെങ്കുപ്പനിയുള്ള ഒരാളെ കടിക്കുന്ന കൊതുക് മറ്റൊരാളെ കടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഡെങ്കുപ്പനി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഡെങ്കുപ്പനിയുടെ ലക്ഷണം ഇതാണ്: ഭയങ്കരമായിട്ടുള്ള പനി, വിറയൽ, ഇതൊക്കെ വരും. നടുവേദന ഭയങ്കരമായിട്ട് വരും. പല ജോയിൻസിനും വേദന വരും. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ നമുക്കത് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് ഇന്ന് കാർഡ് ടെസ്റ്റ് ഉണ്ട്. NS1 കാർഡ് ടെസ്റ്റ് കൊണ്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ IgM, IgG കാർഡ് ടെസ്റ്റ് കൊണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഡെങ്കുപ്പനി നിങ്ങൾക്ക് പിടിപെട്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തുള്ള ഡോക്ടറെ കൊണ്ടുപോയി ചികിത്സ ചെയ്യുക. ആവശ്യം ഉള്ള വെള്ളം കുടിക്കുക. അതുപോലെ നിങ്ങൾ വൈറ്റമിൻസ് കഴിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ആൻറ്റിബയോട്ടിക്സ് ആവശ്യമുണ്ടെങ്കിൽ എടുക്കുക. ഇതെല്ലാം ആവശ്യമുള്ളതാണ്. ഏത് സമയവും നമ്മൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എല്ലാ ദിവസവും നമ്മൾ ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ഡെങ്കുപ്പനി അത് കോംപ്ലിക്കേഷനായി മാറുമോ എന്ന് നമ്മൾ സംശയിക്കുന്നത്. 1.5 ലക്ഷത്തിനും 2 ലക്ഷത്തിനും ഇടയ്ക്കാണ് ഇത് യഥാർത്ഥത്തിലുള്ള പ്ലേറ്റ്ലെറ്റ് കൗണ്ടിൻ്റെ ഇത്. എന്നാൽ ആ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ കണ്ട് കുറയുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കണ്ട് അതിൻ്റെ ചികിത്സ എടുക്കണം. 1,00,000-ലും 50,000-ലും കുറയുകയാണെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് മരണം സംഭവിക്കാനും അതുപോലെ ബ്രെയിൻ ഹെമറേജ് ഒക്കെ വരാനും സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും ക്യൂർ ഈസ് ബെറ്റർ ദാൻ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ ഈ കൊതുക് ഉള്ള സ്ഥലങ്ങൾ നശീകരിക്കുക. ഇത് റബ്ബറിൻ്റെ ഈ അടപ്പുകൾ, അതിനകത്ത് ചിരട്ടകൾ, ആ ചിരട്ടകളെല്ലാം വെള്ളം കെട്ടി കിടക്കുന്നിടത്ത് കൂത്താടികൾ അത് പെരുകും, അത് മുട്ടയിട്ട് പെരുകും. അതുകൊണ്ട് ഈ കൊതുകടി കൊള്ളാതെ, കൊതുവല ഉപയോഗിച്ച് നമ്മൾ ഈ കൊതുകടി കൊള്ളാതെ അത് നിയന്ത്രിക്കുക. സാധാരണഗതിയിൽ ഒരു 10 ദിവസം ഒക്കെ കൊണ്ട് ഈ ഡെങ്കുപ്പനി മാറും. അപ്പോൾ അതേക്കുറിച്ച് പേടിക്കാതിരിക്കുക. കൂടുതൽ കരുതൽ ആവശ്യമാണ്. കേട്ട എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ.